Dear students, in this class we are going to learn about qualitative response regression models. So in all the regression models that we have considered so far, we have been assuming that the regressant, that is the dependent variable or the response variable, that y, is quantitative in nature, and the explanatory variables are quantitative or qualitative. Okay, so let us consider beta 1 plus beta 2 xi plus ui, y equal to. This is a basic two variable simple regression model. So in all the regression models we have studied so far, we have considered so far in different situations, this dependent variable or the regressant is quantitative in nature, and the explanatory variables or the regressors, this can be quantitative or qualitative in nature. And in case of qualitative regressors, we have been using the dummy variables. All these we had already discussed in the previous classes in the basic econometric areas. So in this advanced econometric analysis, first area that we have to study is regarding this qualitative response regression models. So in this session regarding qualitative response regression models, we are considering several models in which regressant itself is qualitative in nature. അതായത് നമ്മുടെ regressant അല്ലെങ്കിൽ dependent variable ആയ yi qualitative ആയി വരുന്ന സിറ്റുവേഷൻ, അതാണ് നമ്മൾ ഈ പറയുന്ന qualitative response regression modelsൽ അനലൈസ് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് നമ്മൾ ബേസിക് ഇക്കണോമെട്രിക്സിലെ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും പല സിറ്റുവേഷൻസ് പല കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുമ്പോഴും നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു. yi എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നിന്നുകൊണ്ടുള്ള മോഡൽസ് ആണ് നമ്മളെല്ലാം പഠിച്ചത്. അപ്പോൾ അവിടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ xi ക്വാണ്ടിറ്റേറ്റീവ് ആകാം, ക്വാളിറ്റേറ്റീവ് ആകാം. നമ്മൾ പറഞ്ഞു അനോവ മോഡൽ നമ്മൾ പഠിച്ചു. അതായത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് മുഴുവൻ ക്വാളിറ്റേറ്റീവ് ആയാൽ അതൊരു അനോവ മോഡലായിരിക്കും, അവിടെ നമ്മൾ ഡമ്മി വേരിയബിൾ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അൻകോവ മോഡൽ പഠിച്ചു. അതായത് ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും മിക്സ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ട് ഇപ്പം യു ബീറ്റ 3x2y 1i x2y പ്ലസ് ui, ഇവിടെ xi ക്വാളിറ്റേറ്റീവും x2y ക്വാണ്ടിറ്റേറ്റീവും, അതായത് മിക്സ്ചർ ഓഫ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വരുമ്പോൾ നമ്മൾ അൻകോവ മോഡൽ യൂസ് ചെയ്ത് അവിടെ ഡമ്മി വേരിയബിൾ അപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ഇക്കണോമെട്രിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ yi അല്ലെങ്കിൽ നമ്മുടെ റിഗ്രസൻറ്റ് yi ക്വാളിറ്റേറ്റീവ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള റിഗ്രഷൻ മോഡൽസ് നമ്മൾ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്, ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ടൈപ്പ് ഓഫ് റിഗ്രഷൻ മോഡൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. So first we have to look upon nature of this qualitative response models. What is the nature of qualitative response models where the regressant or the dependent variable is qualitative in nature? Suppose let us consider an example which shows the labor force participation decision of adult males. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ ഓഫ് അഡൽട്ട് മെയിൽസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളവിടെ എടുക്കുന്ന സാമ്പിൾ ആരായിരിക്കും? ഈ അഡൽട്ട് മെയിൽസ് എന്ന് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ അഡൽട്ട് മെയിൽസിൽ ലേബർ ഫോഴ്സിൽ ഉള്ളവരുമുണ്ട്, ലേബർ ഫോഴ്സിൽ ഇല്ലാത്തവരുമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട്. ഐദർ ദീസ് പീപ്പിൾ ദാറ്റ് വി ആർ ചൂസിങ് ആർ പാർട്ടിസിപ്പൻസ് ഓഫ് ലേബർ ഫോഴ്സ് ഓർ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻക്ലൂഡഡ് ഇൻ ദ ലേബർ ഫോഴ്സ്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദെയർഫോർ ദിസ്
ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിന് രണ്ട് ഉത്തരവുണ്ട്, യെസ് അല്ലെങ്കിൽ നോ. നമ്മൾ എടുക്കുന്ന അഡൽട്ട് മെയിൽ ഐദർ യെസ്, അതായത് ലേബർ ഫോഴ്സിലുണ്ട്, അല്ലെങ്കിൽ നോ, ദേ ആർ നോട്ട് ഇൻ ലേബർ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ദ റെസ്പോൺസ് വേരിയബിൾ ഓർ ദ റിഗ്രസൻറ്റ് ഓർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ can take two values or two answers, yes അല്ലെങ്കിൽ no. Two answers അവിടെ possible ആണ്. അതുകൊണ്ട് say we are giving values to these responses. Yes, we are giving 1 if the person is in the labor force. We are giving 0 if the person is not in the labor force. So this type of situation we can name it as binary variable. That is, regressant have two responses. നമ്മുടെ regressant അല്ലെങ്കിൽ നമ്മുടെ dependent variable രണ്ട് response ഉണ്ട്. Therefore we are calling it as binary variable or dichotomous variable. So labor researchers suggest that this labor force participation decision, ഈ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഡിസിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ദിസ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ആവറേജ് വേജ് റേറ്റ്, എഡ്യൂക്കേഷൻ, ഫാമിലി ഇൻകം, ഇങ്ങനെയുള്ള പല എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് തന്നെ രണ്ട് റെസ്പോൺസ് അല്ലെങ്കിൽ രണ്ട് ആൻസേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. And therefore it is called binary variables or dichotomous variables. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുവാണ്. നമ്മുടെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നമ്മൾ കൺസിഡർ, വേറൊരു എക്സാമ്പിൾ. ഓക്കെ, US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് നമ്മൾ വേറൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അസ്യൂം ദാറ്റ് ദർ ആർ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. നമുക്കറിയാം ഡെമോക്രാറ്റിക് പാർട്ടിയും ഉണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഉണ്ട്. ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ്, ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചോയ്സ് ബിറ്റ്വീൻ ദ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പോൾ വോട്ട് ചോയ്സ് ആണ് ബിറ്റ്വീൻ ദ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് എമംഗ് ദി പീപ്പിൾ ഹു ആർ കാസ്റ്റിംഗ് ദ വോട്ട്. സോ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹിയർ ലെറ്റ് y equal to 1 if the vote choice is അല്ലെങ്കിൽ if the candidate is democratic candidate, y equal to 0 if it is a റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്. അപ്പം വോട്ട് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനാണെങ്കിൽ 0 എന്നുള്ള പോയിന്റ്, വോട്ട് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റിനാണെങ്കിൽ 1 എന്നുള്ള വാല്യൂ. അപ്പം നമുക്ക് രണ്ട് റെസ്പോൺസസ് അല്ലെങ്കിൽ രണ്ട് ഉത്തരം ബൈനറി ആയിട്ടുള്ള വേരിയബിൾ ആണ് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ നമ്മുടെ റിഗ്രസൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന നമ്മളിപ്പം വോട്ട് ചോയ്സ് നോക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ്, വോട്ട് ചോയ്സ് ആണ് നമ്മൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദിസ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഇക്കോണമി ഓർ GDP, ഗ്രോത്ത് റേറ്റ് ഓർ GDP, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ബേസിസിലായിരിക്കും വോട്ട് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വോട്ട് ചോയ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആൻഡ് ദിസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ have two values, two responses. So it is called a binary variable. And there are several other examples where the regressant or the dependent variable is qualitative in nature. Okay, so this is the situation where there are two responses, binary variables ആയിരിക്കും അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് വേരിയബിൾസ് ആയിരിക്കും. ഇതുപോലെ തന്നെ പല എക്സാമ്പിൾസും ഉണ്ട്. നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, എ ഫാമിലി either owns a house or not. ഒരു ഫാമിലി നമ്മൾ എടുക്കുകയാണ്, അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ ഇല്ലയോ, ദാറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ്. ആൻഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ, ദെൻ ഇപ്പം നമ്മളൊരു ഫാമിലി എടുക്കുകയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ആർ ഇൻ ലേബർ ഫോഴ്സ് ഓർ നോട്ട്. അപ്പോൾ അവിടെ എല്ലാം റെസ്പോൺസ് വരുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രഗ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുവാണെങ്കിൽ വെദർ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓർ നോട്ട്, അപ്പോൾ യെസ് ഓർ നോ, അതാണ് അവിടുത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് 5% അല്ലെങ്കിൽ 5 വാല്യൂ കൊടുത്താൽ 6 എന്നൊരു വാല്യൂ കൊടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ കൂടുതലായിട്ട് നമുക്ക് യെസ് ഓർ നോ, ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ്.
So this is the dichotomous variable, and ഓൾസോ നമ്മൾ ഒരിക്കലും രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ബൈനറി വേരിയബിൾ രണ്ട് റെസ്പോൺസസിൽ ഇത് നിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് വരാം. രണ്ടാണെങ്കിൽ നമ്മൾ ബൈനറി റെസ്പോൺസ് എന്ന് വരും. ഇപ്പം നമ്മളിവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ളതിനകത്ത് ഇവിടെ രണ്ട് റെസ്പോൺസിന് പകരം വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡൻസ്, മൂന്നാമതൊരെണ്ണം കൂടെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ഒന്നിൽ രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയും അവിടെ ബൈനറി വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് വേരിയബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ മൂന്ന് വേരിയബിൾ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ, ഇൻഡിപെൻഡൻറ്റ്, മൂന്ന് വേരിയബിൾസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറയും ട്രൈക്കോട്ടമസ്. ഓക്കെ, ഇനി മൂന്നിൽ കൂടുതൽ, നാലുണ്ട്, അഞ്ചുണ്ട്, അങ്ങനെ എത്ര വേരിയബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇൻ ജനറൽ വി ക്യാൻ ഹാവ് polycotomous response variables. എത്ര റെസ്പോൺസ് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ restricted to 2 variables or 3 variables. 2 വേരിയബിളോ 3 വേരിയബിളിനോ റെസ്ട്രിക്ഷൻ ഇല്ല. We can include any number of variables in this qualitative response regression model. ഇനി ആസ് ആൻ ഇനീഷ്യൽ സ്റ്റെപ്പ്, നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യലി നമ്മളിപ്പം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡൽ എടുത്ത് പഠിക്കും. അതുകൊണ്ട് വി ആർ കൺസിഡറിങ് ദിസ് ഡൈക്കോട്ടമസ് വേരിയബിൾസ് റിഗ്രഷൻ, ഡൈക്കോട്ടമസ് റെസ്പോൺസ് വേരിയബിൾസ്, അല്ലെങ്കിൽ രണ്ട് റെസ്പോൺസ് ഉള്ള ബൈനറി വേരിയബിൾസ് വെച്ച് നമ്മൾ പഠിക്കുന്നു. അത് തന്നെയാണ് ട്രൈക്കോട്ടമസ് ആണെങ്കിലും പോളിക്കോട്ടമസ് വേരിയബിൾസിലും ഒരേ കാര്യങ്ങൾ തന്നെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നൗ before going to the detailed extensions or detailed study regarding this qualitative response model, we have to consider the fundamental difference between a regression model where the regressant y is quantitative and where a model where this y is qualitative. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന കഥകളിലെല്ലാം റിഗ്രഷൻ മോഡൽസിലൊക്കെ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ പറയുവാണ് ക്വാളിറ്റേറ്റീവ് റിഗ്രഷൻ മോഡൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇനീഷ്യലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് റിഗ്രഷൻ മോഡൽ വിത്ത് quantitative regression and regression model with qualitative regression. What is the difference between these two models? അപ്പോൾ ഒരു മോഡൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവ് ആയ ഒരു മോഡലും ക്വാളിറ്റേറ്റീവ് ആയ ഒരു മോഡലും എടുത്ത് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് നമ്മൾ ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നൗ ഇൻ എ മോഡൽ വേർ y is quantitative, okay, where y is quantitative, the main objective is to find the expected value. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നതെല്ലാം expected value or mean value of the dependent variable. നമ്മൾ e of expectation of y equal to അല്ലെങ്കിൽ mean value ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വൈ ഹാറ്റിലോട്ട് എത്തുന്നു, അതിൽ നിന്ന് നമ്മൾ ആക്ച്വൽ വൈയിൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂയിലോട്ട് വരുന്നു. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വി ഹാവ് ടു എസ്റ്റിമേറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓർ ദ മീൻ വാല്യൂ ഓഫ് വൈ ഗിവൺ ദ വാല്യൂസ് ഓഫ് റിഗ്രസേഴ്സ്. അതായത് നമ്മൾ പഠിക്കുന്ന എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ x1, x2, x3, അങ്ങനെ എത്ര എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉണ്ടെങ്കിലും we have to find the expected value or mean value. Now, in a model where y is qualitative, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആകുന്ന സിറ്റുവേഷനിൽ our objective is to find the probability of something happening, not the expected value or mean value, but the probability of occurrence of certain situations or probability of an event to happen. ഇപ്പോൾ നമ്മൾ പറഞ്ഞു US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ വോട്ട് ഫോർ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ്, probability that a person vote for Republican candidate or probability that a person vote for independent candidate. നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് നേച്ചറിലാണെങ്കിൽ നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഇസ് ടു എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് സംതിങ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഓണിങ് എ ഹൗസ്,
ഒരാൾക്ക് സ്വന്തമായിട്ട് വീട്, ഒരു ഫാമിലിക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ ഇല്ലയോ, അതൊരു ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡലാണ്, യെസ് ഓർ നോ. സോ വി ആർ ഐഡൻറ്റിഫൈങ് ദ പ്രോബബിലിറ്റി ടു ഓൺ എ ഹൗസ്, പ്രോബബിലിറ്റി ടു നോട്ട് ഓൺ എ ഹൗസ്. അപ്പം നമ്മൾ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. വൈ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആകുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. വൈ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വൈ ക്വാളിറ്റി, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് സർട്ടൺ ഇവൻറ്റ്സ് ഓർ സിറ്റുവേഷൻസ് അതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. And therefore, the qualitative response regression model are also called probability models. Okay. അപ്പം നമ്മുടെ qualitative response regression models, this qualitative response regression models നമ്മൾ എന്ത് പറയും? Probability models എന്നും പറയും. It is because in all the qualitative response models, what we are mainly intended is to find the probability of the occurrence of certain responses or certain situations. നമ്മൾ ആ ഒക്കറൻസിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡൽസിനെ വി ഓൾസോ കോൾ ഇറ്റ് ആസ് പ്രോബബിലിറ്റി മോഡൽ. ഓക്കെ. ആൻഡ് in the initial part, we start our study of this qualitative response regression models by using binary variables. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും സിമ്പിൾ മോഡലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈനറി റെസ്പോൺസ് വേരിയബിൾസ് ഓർ ബൈനറി റെസ്പോൺസ് റിഗ്രഷൻ മോഡൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Okay, so we are considering only the dichotomous variable models or binary variable models, and basically there are four approaches to develop a probability model or a qualitative response regression model or a binary response regression model. 4 approaches നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. One is linear probability model, LPM എന്ന് പറയും, linear probability model. Second is logit model. Third is probit model, and fourth is tobit model. These are the 4 models or 4 approaches with which we are developing a probability model for a binary response variable. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബൈനറി റിഗ്രഷൻ മോഡൽസിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന 4 അപ്രോച്ചസ് എന്ന് പറയുന്നതാണ് LPM, ലീനിയർ പ്രോബബിലിറ്റി മോഡൽ, ലോജിക് മോഡൽ, പ്രോബിറ്റ് മോഡൽ ആൻഡ് ടോബിറ്റ് മോഡൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡൽസ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡലിൽ നമ്മളുടെ ഒരു ബേസിക് ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ yi β1 പ്ലസ് β2 xi പ്ലസ് ui എന്ന് പറയുന്ന സാധാരണ ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഇവിടെ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ നമ്മുടെ റിഗ്രസൻ്റ് ക്വാളിറ്റേറ്റീവ് നേച്ചർ കാണിക്കും. റിഗ്രസൻ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസസ് ആയിരിക്കും. അത് ബൈനറി ഡൈക്കോട്ടമസ് ആവാം, ട്രൈക്കോട്ടമസ് ആവാം, പോളിക്കോട്ടമസ് ആവാം. 2 റെസ്പോൺസ് ഉള്ള സിറ്റുവേഷൻ വരാം, 3 റെസ്പോൺസ് ഉള്ള മോഡൽസ് ആവാം, മോർ ദാൻ 3 റെസ്പോൺസ്, എത്ര റെസ്പോൺസസ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ നേച്ചർ ഓഫ് qualitative response regression models. Thank you.